ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി. രാവിലെ പിടിക്കുകയും ചെയ്തു. പക്ഷേ രാവിലെ മുതൽ കേൾക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിനോ? ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ്. അയാൾക്ക് ഒരു കൈയേ ഉള്ളൂ. ആ ഒരു കൈയും വെച്ച് ഇങ്ങനെ അയാൾ ചാടി. അയാളുടെ കൈയുടെ ഇത് കൈപ്പത്തിയാണ് നഷ്ടപ്പെട്ടത്. ഒരു കൈ മൊത്തമായിട്ട് പോയിട്ടില്ല. ഇനിയിപ്പോൾ ഒരു കൈ മൊത്തമായിട്ട് പോയാൽ തന്നെ ചെവിയില്ലാത്തവന് കണ്ണിന് നല്ല ശക്തി കൊടുക്കും. ഇനി അഥവാ കണ്ണില്ലാത്തവന് ചെവിക്ക് നല്ല ശക്തി കൊടുക്കും. കേട്ടിട്ടില്ലേ? കണ്ടതുമാണ്. ഈ ലോകത്ത് രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ആൾക്കാർ എന്തെല്ലാം ഇതിഹാസങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ? 6 വർഷത്തോളം ഗോവിന്ദസ്വാമി ആ ജയിലിലുണ്ടായിരുന്നു. അയാൾ ഏതൊക്കെ തരത്തിൽ ആ ജയിൽ പഠിച്ചിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഗോവിന്ദച്ചാമിൻ്റെ കാര്യം വിട്, ഓൻ ചാവേണ്ടവനാ, ഓനെ വിട്. പക്ഷെങ്കിൽ ഒരു കൈയില്ലാത്ത ആൾക്കാർ, കാലില്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്, ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൈയില്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുമ്പോൾ, പരിഹസിക്കുന്ന സമയത്ത്, ഇതവർ കേൾക്കുന്ന സമയത്ത് അവർക്കൊരു വിഷമവും. നിങ്ങൾ ഗോവിന്ദച്ചാമിനോട് പറയുന്നതാണെങ്കിലും മനസ്സിലായോ? അപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി. എങ്ങനെ ചാടി? അത് നിങ്ങൾ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ലാണ്ട് ഗോവിന്ദച്ചാമിക്ക് ഒരു കൈയേ ഉള്ളൂ, ഒരു കൈ കൊണ്ട് എങ്ങനെ ചാടി എന്നല്ല. ആര് ജയിലിൽ ചാടിയാലും എങ്ങനെ ചാടി, അതാണ് കണ്ടെത്തേണ്ടത്. അത്രയേ ഉള്ളൂ. ഓക്കെ.